എല്ലാവർക്കും നമസ്കാരം. നെഞ്ചിൽ കൈവച്ച് പറയുകയാണ്, ഈ ചെറുപ്പക്കാരെ കാണുമ്പോൾ അഭിമാനം തോന്നും. ആലമ്പാടി ഒരു ഉത്സവത്തിമർപ്പിലാണ്, ആലമ്പാടി ആഘോഷത്തിലാണ്. എത്രയോ വർഷങ്ങളായി ആലമ്പാടിയിൽ പ്രവർത്തിക്കുന്ന, സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആലമ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് സ്വന്തമായി ഒരു കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ ആഘോഷത്തിലും സന്തോഷത്തിലുമാണ് ആലമ്പാടി പ്രദേശം മുഴുവൻ. ഞാൻ ആദ്യം തന്നെ എൻ്റെ സഹോദര തുല്യനായ അല്ലെങ്കിൽ സഹോദരനായ ശ്രീ ജാക്ക് ചെമ്പരിക്കയോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ ഇത്രമാത്രം വലിയൊരു ഉത്സവ തിമർപ്പോടുകൂടിയാണ് ഈ പരിപാടി നടക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് ഇത് മാറുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്, സിഡ്നിയിൽ പരിപാടിക്ക് പോകുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അന്നു മുതൽ തുടങ്ങിയ സ്നേഹബന്ധം അതിതീവ്രമായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട ജാക്ക്, സ്നേഹം, സന്തോഷം, നന്ദി. നിങ്ങളൊരു കവിത കേട്ടിട്ടുണ്ടായിരിക്കും, ഇവിടെ ഞാനുണ്ടെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി, ഇവിടെയുണ്ടെന്നതിന് സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി, ഇനിയും ഉണ്ടാകുമെന്നറിയിക്കുവാൻ അടയിരുന്നതിന് ചൂട് മാത്രം മതി, ഇതിലും ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. പി പി രാമചന്ദ്രൻ്റെ കവിതയാണ്. ഇവിടെ ഈ യുവജനങ്ങൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സാരഥികൾ, സംഘാടകർ എല്ലാവരും ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി മധുരമായൊരു കൂവലാണ് നടത്തിയിരിക്കുന്നത്. അടയിരുന്നതിൻ്റെ ചൂട് മാത്രം ബാക്കിയാക്കിക്കൊണ്ട് ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി ബാക്കി വച്ചിരിക്കുകയാണ് ഈ ഒരു കെട്ടിടം. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മനോഹരമായൊരു കർമ്മമാണ്. ഈ ഒരു ആധുനിക കാലത്ത് ചെറുപ്പക്കാരൊക്കെ അനാവശ്യമായിട്ടുള്ള വഴികളിലേക്ക് വഴിതിരിഞ്ഞു പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇനിയുള്ള ഒരു തലമുറയെ കൂടി ഉണർത്തുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മളെല്ലാം ഈ ഭൂമി വിട്ടു പോവേണ്ടവരാണ്. തിരുക്കുറളിൽ പറയുന്നത് പോലെ കാലം എല്ലാം തിരിച്ചു ചോദിക്കും, നിന്റെ സൗന്ദര്യവും സമ്പത്തും മായവും വ്യയവുമെല്ലാം കാലം തിരികെ വാങ്ങും, അൻപേ പേശു ഇനിമയാഹ പേശു ചിന്തിത്ത് പേശു നന്മയേ പേശു ഉണ്മയേ പേശു പേശാതിരുന്തും പഴക് എന്ന് തിരുക്കുറളിൽ പ്രവചിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചു എന്നുണ്ടെങ്കിൽ മരിക്കാനും വിധിക്കപ്പെട്ടവരാണ്. നമുക്ക് പ്രായമാവും, നമ്മുടെ സൗന്ദര്യവും സമ്പത്തും മായവും വ്യയവും എല്ലാം ഈ കാലത്തിന് തിരിച്ചു കൊടുത്ത് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മൾ നടന്ന വഴികളിൽ നമ്മൾ എന്ത് ബാക്കി വയ്ക്കുന്നു എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. അതാണ് ജീവിതത്തിൽ ബാക്കിയാവുന്നത്. നിങ്ങൾ ആലമ്പാടി എന്ന ഈ പ്രദേശത്ത് ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളും സംഘാടകരുമെല്ലാം കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഒരു സ്വപ്നം സാർത്ഥകമാക്കിയതിൻ്റെ ബാക്കി പത്രം അനുഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇനിയും ജനിക്കാനിരിക്കുന്ന ഒരു വലിയ തലമുറയായിരിക്കും. അവർക്ക് അതിന് തീർച്ചയായിട്ടും നിങ്ങളോട് നന്ദി പറയേണ്ടി വരും. കാലം ചെല്ലുമ്പോൾ 10-50 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഇന്ന് ഇവിടെ നടത്തിയ ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഇനിയും ജനിക്കാനിരിക്കുന്ന എത്രയോ പ്രതിഭകളെ നിങ്ങൾ വാർത്തെടുക്കുവാനുള്ള ഒരു സംരംഭമായിട്ടാണ് മാറാൻ പോകുന്നത്. കലാരംഗത്ത്, കായിക രംഗത്ത് അവർക്ക് ഉയരുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ 1000 തവണ ഈ യുവജനങ്ങളെ മുഴുവൻ കൈകൂപ്പി നമസ്കരിക്കുകയാണ്. കൈകൂപ്പി നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ചേർത്ത് വെച്ച് കൈകൂപ്പുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ മുഴുവൻ ശരീരവും മനസ്സുമെല്ലാം നിങ്ങളോട് ഒന്ന് ചേർന്ന് നിന്നിരിക്കുന്നു എന്നുള്ളതാണ് ഫാക്റ്റ്. ഞാൻ എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നെനിക്കറിയില്ല. കാസർഗോഡ്, ഇപ്പം ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ്. ഞാൻ ജനിച്ചത് നിലമ്പൂരിലാണ്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ്. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാനും നിങ്ങളെപ്പോലെ ഒരു കാസർഗോട്ടുകാരനായിട്ട് മാറാൻ പോവുകയാണ്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി എന്ത് ജീവിതത്തിൽ ബാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാസർഗോഡ് കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് 1000 കുടുംബങ്ങളെ, 1000 കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ വെറും ഒരു ജാലവിദ്യക്കാരനായിരുന്നു.
7ാമത്തെ വയസ്സിലാണ് ഞാൻ മാജിക് പഠിക്കുവാൻ തുടങ്ങുന്നത്. 10ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അതിനുശേഷം 45 വർഷം എൻ്റെ ചിന്തകളിലും എൻ്റെ സ്വപ്നങ്ങളിലും എൻ്റെ മനസ്സിലും ഇന്ദ്രജാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും ഞാൻ കണ്ടിരുന്നില്ല, കേട്ടിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 56 രാജ്യങ്ങളിൽ മാജിക് പെർഫോം ചെയ്തു. മാജിക്കിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള മെർലിൻ അവാർഡാണ് ഓസ്കാർ ഇൻ മാജിക്. അതും 2011 തേടി വന്നു. അങ്ങനെ മാജിക്കിൻ്റെ രംഗത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ, മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ടൗൺ ഹാളിൽ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കുന്നത്. എൻഡോസൾഫാൻ കുട്ടികൾക്ക് വേണ്ടി ധനശേഖരണത്തിന് വേണ്ടി ഒരു പരിപാടിക്ക് നടത്തുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇതൊന്നും ഞാൻ ചിന്തിച്ചില്ല. സാധാരണ രീതിയിൽ ഞാൻ വരുന്നു. എനിക്കറിഞ്ഞുകൂടാ അന്ന് ആ പരിപാടി കണ്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കർട്ടൻ വീണ് കിടക്കുന്ന അവസരത്തിൽ സാധാരണത്തെ പോലെ മുഖത്ത് ചായം തേച്ച്, തിളക്കമുള്ള തലപ്പാവ് ധരിച്ച്, പട്ടുകുപ്പായം ധരിച്ച് ഒരു പെർഫോമറായിക്കൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു. മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല. കർട്ടൻ ഉയരുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ചയാണ് എന്നെ ചിന്തിപ്പിച്ചത്. മുന്നിലിരിക്കുന്നത് മുഴുവൻ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ വലിയ തലയുള്ളവരും കണ്ണ് കാണാത്തവരും കാത് കേൾക്കാത്തവരുമായ കുട്ടികൾ. ആ സമയത്താണ് ഞാൻ എന്നോട് സ്വയം ചോദിച്ചത്, ആരുടെ മുമ്പിലാടാണ് നീ ഈ പത്രാസ് കാണിക്കുന്നത് എന്നോട് സ്വയം ചോദിച്ചത്. എൻ്റെ ചിന്തകൾ മുഴുവൻ മാറി മറിഞ്ഞത് അവിടെ നിന്നാണ്. പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മ പറഞ്ഞ ചില വാക്കുകൾ. പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നു. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓഡിയൻസിൻ്റെ ഏറ്റവും പിന്നിൽ വിശന്ന് കരയുന്ന ഒരു തടിയുള്ള ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരമ്മ. എന്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, സാറേ ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്ത് ഓൻ്റെ വായിൽ വെച്ചാലും കഴിക്കുള്ളൂ, ഓന് ചവയ്ക്കാൻ അറിഞ്ഞുകൂടാ എന്നൊരു വാക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്തരമൊരു കാര്യം കേൾക്കുന്നത്. അതിനുശേഷം അവർ പറഞ്ഞ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ആ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ചിന്തകൾ മാറിയത്. അടുത്ത ദിവസം ഇവിടെയുള്ള ചില വീടുകളിൽ ഞാൻ കടന്നു ചെന്നു. 8ഓ 10ഓ വീടുകളിൽ മാത്രമേ എനിക്ക് പോകാൻ സാധിച്ചുള്ളൂ. പിന്നെ അങ്ങോട്ട് നടക്കുവാൻ എനിക്ക് ശേഷിയില്ലായിരുന്നു. അന്ന് ശൈലജ ടീച്ചറാണ് സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നത്, സാമൂഹ്യക്ഷേമ മന്ത്രി. മന്ത്രിയോട് പോയി പറഞ്ഞു, സാറേ ടീച്ചറെ ഈ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ടീച്ചർ എന്നെ 23 കുട്ടികളെയാണ് ഏൽപ്പിച്ചത്. ഞാനീ പറയുന്നത് 2016 കാര്യമാണ്. ഞാൻ അന്ന് ചിന്തിച്ചത് ഈ കുട്ടികളെ കുറച്ച് മാജിക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവരുടെ അമ്മമാരുടെ മുഖത്തൊരു ചിരി പടർത്താമല്ലോ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഓട്ടിസവും സെർബൽ പാൾസിയും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുമുള്ള കുട്ടികളെ ചേർത്ത് പിടിച്ച് ആ കുട്ടികൾക്ക് കുറച്ച് മാജിക് പഠിപ്പിച്ചു കൊടുത്തു. 6 മാസം തുടർന്നു. ഈ കുട്ടികൾ ഞാനുമായിട്ട് വല്ലാത്ത അറ്റാച്ച്ഡായി. എനിക്ക് ആ കുട്ടികളെ കാണാതിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മാറി. എൻ്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് എൻ്റെ താടിയിൽ ഒഴിഞ്ഞുകൊണ്ട് മാമ എന്ന് ചേർത്ത് പിടിക്കുന്ന ആ കുഞ്ഞുങ്ങളെ ഒരു ദിവസം പോലും കാണാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറി. എന്തൊരു അറ്റാച്ച്മെൻറ്റാണ് എൻ്റെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. വൈസ് പ്രസിഡൻറ്റ് വന്നു. ആ കുട്ടികളെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുയാത്ര എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ്റെ അംബാസഡേഴ്സായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ ആ കുട്ടികളുടെ പാരൻസിനോട് ചോദിച്ചു, സാറേ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മാജിക് പ്ലാനറ്റിനകത്തൊരു ചെറിയ തിയേറ്റർ ഉണ്ടാക്കി. ആ കുട്ടികൾ അവിടെ പെർഫോമേഴ്സായിട്ട് മാറ്റിയെടുത്തു 2017. ഇന്നിപ്പോൾ 2026. ഞാൻ 5 വർഷമായിട്ട് പ്രൊഫഷണൽ മാജിക്കിൽ നിന്ന് വിരട പറഞ്ഞിരിക്കുകയാണ്. കാണികൾക്കിടയിലൂടെ, ആരവങ്ങൾക്കിടയിലൂടെ നടന്നു വന്നിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് അന്ന് ഞാനെടുത്ത ആ കുട്ടികൾ തിരുവനന്തപുരത്ത് മാജിക് പ്ലാനറ്റിനകത്ത് എംപ്ലോയീസായിട്ട് ശമ്പളം മേടിച്ച് പെർഫോം ചെയ്യുന്ന മക്കളാക്കി മാറ്റാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം. അതിൻ്റെ അവർക്ക് വന്ന ബൗദ്ധികമായിട്ടുള്ള മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ തുടങ്ങി. ഇന്നിപ്പോൾ അവിടെ 200ഓളം മക്കളുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള കുട്ടികളല്ല, നേരെ മറിച്ച് ഓട്ടിസവും സെർബൽ പാൾസിയും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയും കണ്ണ് കാണാത്തവരും കാത് കേൾക്കാത്തവരുമായിട്ടുള്ള ധാരാളം മക്കൾ അവിടെയുണ്ട്. ആ മക്കളുടെ എന്താണ് ഞാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ അവരുടെ അച്ഛനാവാം, ഒരു സഹോദരനാവാം. അവർക്കിടയിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. മാജിക് കൊണ്ടുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും ഞാൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലർ നമുക്ക് വേണ്ടി ചിലത് ബാക്കി വയ്ക്കും. എൻ്റെ അച്ഛൻ മരിക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്, കോഴിക്കോട് PVS ഹോസ്പിറ്റൽ വെച്ചാണ്. അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ മാജിക്കിൻ്റെ രംഗത്തേക്ക് എന്തായി തീരുമെന്നറിയാത്തൊരു കാലത്താണ് അച്ഛൻ മരിക്കുന്നത്. ഞാൻ എന്നെ LLB പഠിക്കുവാൻ വേണ്ടി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർത്തു. അത് കളഞ്ഞ നാട്ടിലേക്ക് പോന്നു. 1-2 ജോലി കിട്ടി, അതിനൊന്നും പോയില്ല. മാജിക്കിനോടുള്ള പ്രണയം, അടങ്ങാത്ത പ്രണയവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ രക്ഷപ്പെടുമെന്ന് അച്ഛൻ അറിയില്ലായിരുന്നു.
മരിക്കുന്ന സമയത്ത് അച്ഛൻ അമ്മയോട് അവസാനം പറഞ്ഞത്, കുട്ടി മാജിക് കൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഓനോട് ഞാൻ അതും കൂടി ഉപേക്ഷിക്കരുതെന്ന് പറയണമെന്ന് പറഞ്ഞാണ് എൻ്റെ അച്ഛൻ കണ്ണടച്ചത്. ഇതേ അച്ഛനെ ആണോ എന്നറിയില്ല, MK ലൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ തിരുവനന്തപുരത്ത് വന്നു. ആ മനുഷ്യൻ അവിടെ വന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിരുന്നു, ഹിന്ദി പ്രൊഫസറായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ പോയി നാട്ടിൽ വന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു ബോധോദയമുണ്ടായി. പൈസ കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ലെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ വന്നു കഴിഞ്ഞ ശേഷം ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറിൻ്റെ മനസ്സ് മാറിയത് കാസർഗോഡ് വെച്ചിട്ടല്ലേ? ആ കാസർഗോഡ് ഒരു സെൻറ്റർ തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. യു വോണ്ട് ബിലീവ്, നമ്മുടെ കാഞ്ഞങ്ങാട് മടിക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് 20 ഏക്കർ ലാൻഡ് അദ്ദേഹം നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ മേടിച്ചു തന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ വന്നു. 8 മാസം മാത്രമാണ് ഞങ്ങൾ കണ്ടത്. അദ്ദേഹം ഈ ഭൂമി വിട്ട് അദ്ദേഹവും പോയി. പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹവും പറഞ്ഞു. അന്ന് നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെതിരെ വലിയൊരു സോഷ്യൽ മീഡിയ അറ്റാക്ക് നടക്കുന്നൊരു കാലമാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആളുകൾ എന്തോ പറയട്ടെ, ആളുകൾ എന്തോ ചെയ്യട്ടെ, പക്ഷേ സത്യത്തിൻ്റെ പാതയിലൂടെയാണെങ്കിൽ നമ്മളെ ആർക്കും തകർക്കാൻ സാധിക്കില്ല, നിങ്ങൾ ഇത് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. ഉപേക്ഷിക്കില്ല. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജാക്ക് ചെമ്പരിക്ക കുടുംബസമേതം അവിടെ വന്നിരുന്നു. അടുത്ത മെയ് മാസത്തിലെങ്കിലും നമുക്ക് ആദ്യത്തെ ഫേസ് പൂർത്തിയാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കുട്ടികളെ എടുത്ത് തുടങ്ങാൻ സാധിക്കും. അവർക്കുള്ള ഏർലി ഇൻ്റർവെൻഷനും ഏർലി ഡിറ്റക്ഷനും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷനും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് അതിലപ്പുറം ഒന്നുമില്ല. ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി ഞാൻ മാത്രം ബാക്കി വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആലമ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സാരഥികളായിട്ടുള്ള നിങ്ങൾ ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനം, ഈ ഒരു സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാക്കുന്ന അതേ ആഗ്രഹത്തോടു കൂടി, അതേ സ്വപ്നത്തോടു കൂടിയാണ് ഇനിയും ജനിക്കാനിരിക്കുന്ന ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൂടി വേണ്ടി, ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരു വലിയ സ്വപ്നം നമ്മളവിടെ ഉണ്ടാക്കുന്നത്. ഇതൊരു ചെറിയ സ്വപ്നമല്ല, ഒരു വലിയ സ്വപ്നമാണ്. കാരണം 1000 കുടുംബങ്ങളെ ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്പോർട്സ് സെൻറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് പാരാലിമ്പിക്സിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസുകളുള്ള ഇന്ത്യയിൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളൊക്കെ തന്നെ ചാരിറ്റി മേഖലയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ചാരിറ്റി എന്ന് പറയുന്ന വാക്ക് തന്നെ പലപ്പോഴും സംശയിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാർഗം സത്യമാണെങ്കിൽ മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വഴി സത്യസന്ധമാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം. ഞാൻ ഇന്നലെ വായിച്ചൊരു പുസ്തകമുണ്ട്. ശ്രീകാന്ത് കോട്ടക്കൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഗാന്ധി നടന്ന വഴികളിലൂടെ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിനകത്ത് അഹമ്മദാബാദിലെ സബർമതിയിൽ നിന്ന് മഹാത്മാഗാന്ധി കസ്തൂർബ ഗാന്ധിയോടൊപ്പം യാത്ര ചെയ്യുകയാണ്. വാർധാ സേവാഗ്രാം ആശ്രമത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഗാന്ധി വരുന്ന സമയത്ത് 3ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന മഹാത്മാഗാന്ധിയെ കാണുവാൻ വേണ്ടി ഓരോ റെയിൽവേ സ്റ്റേഷനിലും ആൾക്കൂട്ടം മുഴുവൻ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് മുടവിളിച്ചുകൊണ്ട്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആൾക്കൂട്ടം ഇങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്. കട്നി സ്റ്റേഷനിലെത്തിയ സമയത്ത് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഒരാൾ ഉയർത്തി വിളിക്കുന്നുണ്ട്, കസ്തൂർബ ഗാന്ധിക്ക് ജയ് എന്ന് ഉറച്ചു വിളിക്കുന്നുണ്ട്. സ്വാഭാവികമായും മഹാത്മാഗാന്ധിക്കും കസ്തൂർബയ്ക്കും സംശയം തോന്നി, ആരാണ് ഇത് എന്നറിയാൻ വേണ്ടി ഈ ട്രെയിനിൻ്റെ വാതിലിൻ്റെ അരികിലേക്ക് വന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് സ്വന്തം മകൻ ഹരിലാൽ ഗാന്ധിയാണ്. ഈ ഹരിലാൽ ഗാന്ധിയാണ് കസ്തൂർബ ഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു മുസംബിയുമായിട്ട് അവരുടെ അടുത്തേക്ക് തിക്കിത്തിരക്കി വരുന്നത്. ആ മുസംബി അമ്മയുടെ നേരെ നീട്ടിക്കൊണ്ട്, കസ്തൂർബ ഗാന്ധിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, ഇത് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഗാന്ധി സ്വാഭാവികമായി ചോദിച്ചു, എനിക്ക് നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ മകനെ എന്ന് ചോദിച്ചു. ഹരിലാൽ ഗാന്ധി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾക്ക് ഞാൻ ഒന്നും തരില്ല എന്ന് പറഞ്ഞ് മുഖത്തേക്ക് നോക്കിയതുമില്ലാതെ തല താഴ്ത്തി. ഗാന്ധി പകച്ചുപോയി. കസ്തൂർബ ഗാന്ധിയോട് ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിലാൽ ഗാന്ധി പറഞ്ഞു, അമ്മ കഴിക്കണം, ആ മനുഷ്യന് കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. നാരായൺ ദേശായി എന്ന് പറയുന്ന മഹാദേവ ദേശായിയുടെ മകൻ ഈ ദൃശ്യം കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു.
അദ്ദേഹം പറയുന്നു, ഗാന്ധിജിയുടെ കണ്ണിലേക്ക് നോക്കുവാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞുപോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് ഞാൻ കേട്ടു, കസ്തൂർബയോട് മഹാത്മാഗാന്ധി പറയുന്നത് ഞാൻ കേട്ടു, മക്കൾ തള്ളിപ്പറയട്ടെ, സമൂഹം മുഴുവൻ തള്ളിപ്പറയട്ടെ, പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ സത്യത്തിന് വേണ്ടി ഈ ലോകത്ത് നിലകൊള്ളും എന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തരമായിട്ടുള്ള കാര്യമാണ്. സത്യത്തിൻ്റെ പാതയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ കുറിച്ചു വെക്കുന്ന ആ യുവതലമുറയെ മാറ്റിയെടുത്തുകൊണ്ട് ആർട്സ് രംഗത്ത്, സ്പോർട്സ് രംഗത്ത് അവരെ പ്രാവീണ്യരാക്കിക്കൊണ്ട് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുക എന്ന തലത്തിലേക്കാണ് നമ്മളൊക്കെ മാറേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് കാലം വിലയിരുത്തുന്നത്, നമ്മൾ എങ്ങനെ ജീവിച്ചു ഇതല്ല. നേരെമറിച്ച് ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ നടന്ന വഴികളിൽ നിങ്ങളുടെ കാൽപാദങ്ങൾ പതിച്ചു വെച്ച് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും. ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ആ രീതിയിൽ ജീവിക്കുക. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടാകും എന്നുള്ളതല്ല ശാസ്ത്രം. നേരെമറിച്ച് ദാഹിച്ചു നിൽക്കുന്ന ഒരാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന യുവാക്കളായിട്ട് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുമോ? അതാണ് മാനവികത എന്ന് പറയുന്നത്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ, മോഹനം കുളിർ തണ്ണീരുദാശു നീ, ഓമലേ തരൂ തെല്ലെന്നത് കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ, അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നതോ എന്ന് ചോദിച്ചപ്പോൾ, ജാതി ചോദിച്ചില്ല ഞാൻ സോദരി, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ജാതി ചോദിച്ചില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാനന്ദൻ, തൊണ്ട പറ്റി വരണ്ട് നിൽക്കുന്ന ഒരാനന്ദൻ കൈനീട്ടി നിൽക്കുന്ന സമയത്ത് ആ കൈക്കുമ്പിളിലേക്ക് ഒരു ചണ്ടാല പെണ്ണൊഴിച്ചു കൊടുക്കുന്ന വെള്ളം കോരി കുടിക്കുന്ന ആ സമയത്തുണ്ടാവുന്ന മാനവികതയാണ് യഥാർത്ഥത്തിൽ വെള്ളം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവോടുകൂടി നല്ല ചെറുപ്പക്കാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചെറുപ്പക്കാർ, ഈ ക്ലബിൻ്റെ കെട്ടിടം ഉയർത്തിയ ഈ ചെറുപ്പക്കാർ, അതിനുവേണ്ടി സഹായിച്ച ആലമ്പാടിയുടെ നല്ല മനുഷ്യർ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹം. എനിക്ക് ട്രെയിനിന് പോകേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് യാത്രയാവും. എൻ്റെ പ്രിയപ്പെട്ട ജാക്ക് ചെമ്പരിക്കയോട് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു ഉത്തരവാദിത്വം കൂടി എനിക്ക് ഈ ചെറുപ്പക്കാരോട് പറയുവാനുണ്ട്. കാരണം കാസർഗോഡ് നമ്മൾ ഈ സ്വപ്നം കാണുന്ന ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന ഒരു മോഡൽ കെട്ടിടമാണ്. കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ ഹൗസാണ്. ദാറ്റ്സ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഒരു 150 കോടി രൂപയുടെ സ്വപ്നമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിഫറൻറ്റ് ആർട്സ് സെൻ്റർ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 5 വർഷം മുമ്പ് ഷോ നിർത്തിയെങ്കിലും ഇപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഒരു ഷോ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളവിടെ ജാക്കിൻ്റെ സിഡ്നിയിൽ പോയി, ജാക്കാണ് ആ പരിപാടി കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഈ ഒരു സ്ഥാപനത്തിനോടൊപ്പം നിങ്ങളും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഇനിയും പിറക്കാനിരിക്കുന്ന ഭിന്നശേഷി സമൂഹത്തിനെ ചേർത്ത് പിടിക്കുവാൻ, അവരുടെ അമ്മമാരുടെ കണ്ണീരൊപ്പുവാൻ നിങ്ങളുടെ കൈകളും ഉയർന്നു വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഈ ആലമ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനം MLA അല്ലേ നിർവഹിക്കുന്നത്? ഓക്കെ, എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്നേഹം കാസർഗോഡിന് എൻ്റെ പ്രത്യേക സ്നേഹം. നന്ദി, നമസ്കാരം.